നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് ഷെയർ ചെയ്യുകയാണ്. കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം അല്പം മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം വഴി ഈ തുകയുടെ വിതരണം നിർവഹിച്ചിട്ടുള്ളത്. 23ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്പം മുൻപ് ട്രാൻസ്ഫർ ചെയ്തത്. ഉച്ച കഴിഞ്ഞ് 3:45 മണിക്ക് നിലവിൽ ഈ പദ്ധതിയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം കൃത്യമായിട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇതിൻ്റെ വിതരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ മുൻകൂറായിട്ട് അറിയിച്ചിരുന്നു. PM കിസാൻ സമ്മാൻ നിധിയുടെ റിലീസ് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് മുൻപ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കിസാൻ സമ്മാൻ നിധിയിൽ കേരളത്തിൽ ലഭിക്കുന്നത് 27 ലക്ഷം കർഷക കുടുംബങ്ങളിലേക്കാണ്. KYC ചെയ്തവർക്കാണ് സഹായം ലഭിക്കുക. മുൻപ് KYC ചെയ്തവർക്ക്. അതുമാത്രമല്ല, നമുക്കറിയാം 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്, 21ാമത്തെ ഇതൊക്കെ മുടക്കം കൂടാതെ ലഭിച്ചവർക്ക് ഈ പ്രാവശ്യത്തെ തുകയിലും തടസ്സമൊന്നുമില്ല. ഇതവരുടെ അക്കൗണ്ടിലേക്ക് കയറിക്കോളും. DBT സംവിധാനം എനേബിൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആകും. നിലവിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും ഒരേ സമയം എത്തിച്ചേരണമെന്നില്ല, മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ടാകും. സാധാരണ എല്ലാ പ്രാവശ്യവും ലഭിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും പല ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ക്രെഡിറ്റ് ആവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. തുക ക്രെഡിറ്റ് ആയതിൻ്റെ SMS അലേർട്ട് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ളത് നമ്മളുടെ ഫോണിലേക്ക് ലഭിക്കും. ഇനി ചിലരുടെ ഫോണിൽ അത്തരം അറിയിപ്പുകൾ ലഭിക്കാറില്ല. സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലഭിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ മിസ്ഡ് കോൾ ബാങ്ക് ബാലൻസ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ബാങ്കിലെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഒക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ആ സമയത്ത് 2000 രൂപയുടെ ഒരു വർധനമുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നതുമായിരിക്കും. ഇനി അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കർഷക ID എന്ന് പറയുന്ന ഒരു കാര്യം. അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ കർഷകരെല്ലാം രജിസ്റ്റർ ചെയ്ത് ഫാർമേഴ്സ് ID എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കിസാൻ സമ്മാൻ നിധി മാത്രമല്ല ലഭിക്കുക. കർഷകർക്ക് കൃഷിഭൂമി അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിളയെ അടിസ്ഥാനമാക്കി കാർഷിക ലോൺ 4% പലിശയിൽ ലഭിക്കും. ഇതുമാത്രമല്ല, വിള ഇൻഷുറൻസ്, നമ്മൾ ചെയ്യുന്ന കൃഷിക്ക് ഇൻഷുറൻസ് കിട്ടും. അതോടൊപ്പം തന്നെ ജൈവരാസവള സബ്സിഡികൾ കിട്ടും. കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 50% മാത്രം തുക മുടക്കിയാൽ മതി. ബാക്കി 50% കേന്ദ്ര സർക്കാർ മുടക്കുന്ന സ്കീമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്കീമുകൾക്ക് നമുക്ക് ഈ കർഷക ID ആണ് ഇനി ഭാവിയിൽ വേണ്ടി വരുന്നത്. അത് നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ ഈ കർഷക ID നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അന്ന് ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ഈ കർഷക ID അടിസ്ഥാനമാക്കിയായിരിക്കും പല പദ്ധതികളിലേക്ക് നമുക്ക് മുൻഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നൽകുക. അതുകൊണ്ടാണ് കർഷകരോട് കർഷക ID എടുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. മുൻപ് കൃഷിഭവൻ വഴി എടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഇത് കോമൺ സർവീസ് സെൻ്ററിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും എടുക്കാൻ സാധിക്കും. കർഷകൻ്റെ കരമടച്ച രസീത്, അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അത്തരം രേഖകൾ, പ്രധാനമായിട്ട് കരമടച്ച രസീത് തന്നെയാണ് ആവശ്യം. ഇതുകൂടാതെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ കൂടി കൊണ്ടുപോകണം. ആധാർ അധിഷ്ഠിത OTP ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ കൊടുത്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ബാങ്ക് അക്കൗണ്ടിലേക്ക് വിവിധ ആനുകൂല്യങ്ങൾ ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടി ബാങ്ക് ഡീറ്റെയിൽസ്, നിലവിൽ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ പാസ്ബുക്ക് കൊണ്ടുപോവുക. അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ബന്ധപ്പെട്ട കോളത്തിൽ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇത് ചെയ്യുന്നതിന് വേണ്ടി കൂടി കർഷകരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.